വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളിന്ന് കാത് കുത്താൻ വേണ്ടി പോവാണ് കേട്ടോ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. ഗീതാലക്ഷ്മി, മറ്റാൾ മിഥുല, 2 പേരുണ്ട്, കസിൻസാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കാത് കുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലുണ്ട് തൊട്ടടുത്ത്, അപ്പോൾ അവിടെ പോയിട്ടാണ് കാത് കുത്തുന്നത്. അപ്പോൾ കാത് കുത്തി കഴിഞ്ഞിട്ട് കാണാം. ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു 2 മണി വരെ വെയിറ്റ് ചെയ്യണം, 2 മണിക്കാണ് ഡോക്ടർ വരികയെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അത്രയും നേരം വെയിറ്റ് ചെയ്യാനുള്ള സമയം ഞങ്ങൾക്കില്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു ബ്യൂട്ടി പാർലർ തപ്പി നടക്കുകയാണ്. ഇവിടെ തൊട്ടടുത്തൊരു ബ്യൂട്ടി പാർലറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. ബ്യൂട്ടി പാർലർ ഇന്ന് ക്ലോസ്ഡ് ആണ്, ബിക്കോസ് ഇന്ന് സൺഡേ ആണ്. സൺഡേ അതെ, ആ കാണുന്നതാണ് ജ്വല്ലറി. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അതും ക്ലോസ്ഡ് ആണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല. അപ്പുറം എന്ന് പറയുമ്പോൾ ഒരു 3-4 സ്റ്റോപ്പ് അപ്പുറം ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും ഞങ്ങൾ കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ കയറി അവരുടെ നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്ത് നോക്കിയപ്പോൾ അവർ വന്നോളാൻ പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇപ്പൊ തന്നെയോ? ലോക്ക്ഡൗൺ ഒക്കെ ആയതിനു ശേഷം ബസ്സിലോ ഓട്ടോയിലൊന്നും പോകേണ്ട വന്നിട്ടില്ല കേട്ടോ ഇതുവരെ. എനിക്ക് തോന്നുന്നു മാർച്ചിലൊക്കെയാണ് അവസാനമായിട്ട് ബസ്സിൽ കയറുന്നത്. അതും കോളേജ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വരുന്ന സമയത്താണ് ബസ്സിൽ അവസാനമായിട്ട് പോകുന്നത്. പിന്നെ അതിനുശേഷം ബസ്സിൽ കയറിയിട്ടില്ല കേട്ടോ. ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പോയിട്ട് ലിസ്റ്റ് എടുക്കണം. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഡോക്ടറെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഡോക്ടറെ അടുത്ത് ചെന്നിരുന്നപ്പോൾ തന്നെ ഇനിയും കാത് കുത്തണമെന്നാണ് ഡോക്ടർ ആദ്യം ചോദിച്ചത്. ബിക്കോസ് ഞങ്ങൾ 2 പേരും ഓൾറെഡി 2nd സ്റ്റഡ് വരെ കുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 3-മത്തതിലേക്കാണ് ഞങ്ങളുടെ ഒരു നോട്ടം. ആദ്യം ഒരു പഞ്ഞിൽ എന്തോ ആക്കിയിട്ട് നമ്മളെ ചെവി 2ലും ഒന്ന് തേച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് പെന്ന് യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട പൊസിഷനിൽ മാർക്ക് ചെയ്തു. ദെൻ ടപ്പേ എന്ന് പറഞ്ഞൊരൊറ്റ അടിയാണ്. പക്ഷേ അടിച്ച സമയത്ത് അങ്ങനെ വലിയ വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെറിയ വേദന ഉണ്ടായിരുന്നു, ഒരു കടച്ചിൽ പോലുള്ള ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഞാനാണ്. കാത് കുത്താനുള്ള ഭയങ്കരമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്നാൽ നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷേ ആ പേടിയൊന്നും പുറത്തേക്ക് കാണിക്കാണ്ട് ഞാൻ വളരെ കൂളായിട്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ നെക്സ്റ്റ് നമ്മുടെ ശ്രീകുട്ടിയാണ് കേട്ടോ. പൊന്നു പോയിട്ട് കറക്റ്റ് മാർക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ്. നമുക്കൊരു ഓയിൻമെൻ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങി. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയം ആയപ്പോഴേക്കും അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. അവർ തിരിച്ചവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അനിയൻ അമ്മായിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർക്കൊരു ടാറ്റ ബൈ ബൈ സി യു ഒക്കെ കൊടുത്ത് അങ്ങനെ പോയി.
ബാഗിലിട്ടാ എൻഗേജ്മെന്റ് 2 കാർഡുണ്ട്. ഇതാണ് ഞാൻ കുത്തിയ കമ്മൽ. അയ്യോ വിചാരിച്ച പോലൊന്നും അല്ല, നല്ല വേദന ഉണ്ട് കേട്ടോ. പിന്നെ പോണ വഴിയിലൊരു ജ്യൂസി കണ്ടു. അപ്പം എന്താണെന്നറിയില്ല, പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാം. അപ്പോൾ അങ്ങനെ ലൈറ്റായിട്ട് ഒരു ക്ലബ് സാൻഡ്വിച്ചും പിന്നെ 3 ചിക്കും ഓർഡർ ചെയ്തു. പിന്നെ കൂടുതലുള്ള ആളെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, എൻ്റെ ബ്രദറാണ്, എൻ്റെ സ്വന്തം ബ്രദറാട്ടോ. പിന്നെ മറ്റാൾ ശ്രീകുട്ടി, അവളാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള വീഡിയോസിനൊക്കെ ക്യാമറ പിടിച്ചു തന്നിട്ടുള്ള ആളാട്ടോ. എക്സ്പ്രഷൻ ശ്രീകുട്ടിയെ കാത് നോക്കട്ടെ, വേദന ഉണ്ടോ? ഞങ്ങൾ രണ്ടാളും അവിടെ തന്നെ കേട്ടോ കാത് കുത്തിയത്. 300 രൂപയായി കാത് കുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് എന്താണ് 3ാമത്തേതാണ്, അപ്പം അതുകൊണ്ട് തോന്നുന്നു എല്ലിൻ്റെ ഒരു സൈഡ് അവിടെ ചെറുതായിട്ട് എല്ലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു. ഇതൊക്കെ പക്ഷെ അത്ര വേദന ഒന്നുമില്ല കേട്ടോ, എനിക്ക് വേദനിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു കുഴപ്പമില്ല, എന്തൊരു കൂളാ. ഞാനിങ്ങനെ സൂം ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവിടെ നിൽക്കുന്ന ആരോ സൂം ചെയ്യാമെന്ന്, പക്ഷേ അല്ല. ഇതേ കണ്ടോ, എന്നെ കണ്ടോ? ഇപ്പോൾ കുറച്ചായിട്ട് എൻ്റെ ക്രേസ് ചെടിമലാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ കുറച്ച് പ്ലാന്റേഴ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഷോപ്പിൽ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ കുട്ടി കുട്ടി വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.